എല്ലാവർക്കും നല്ല നമസ്കാരം. സ്കൂൾ തുറക്കാൻ പോവുകയാണ്. ജൂൺ 3-ാം തീയതി സ്കൂൾ തുറക്കും. സ്കൂൾ കാലഘട്ടം, സ്കൂൾ തുറക്കുന്ന സമയം, ഇതൊക്കെ തന്നെ നമ്മുടെ മനസ്സിൽ നമ്മളിപ്പോഴും കൊണ്ടു നടക്കുന്നുണ്ടാവും. എല്ലാവർക്കും ഒരു സ്കൂൾ കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. സ്കൂൾ തുറക്കുന്ന സമയം ഉണ്ടായിട്ടുണ്ട്. സ്കൂൾ തുറക്കുന്ന സമയത്ത് എങ്ങനെയായിരിക്കും? നല്ല മഴ പെയ്യും, കുട ചൂടി പോകുന്നൊരു സമയമാണ് സ്കൂൾ കാലഘട്ടം. ഇതാ വീണ്ടും സ്കൂൾ തുറക്കാൻ പോകുന്നു, പെരുമഴയാണ്. ഈ സ്കൂൾ തുറക്കുന്ന സമയത്തുണ്ടല്ലോ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാതാപിതാക്കൾക്ക് വലിയ ഓട്ടത്തിൻ്റെ സമയമാണ്. ബാഗ് മേടിക്കണം, കുട മേടിക്കണം, വാട്ടർ ബോട്ടിൽ മേടിക്കണം, പുസ്തകം മേടിക്കണം, അങ്ങനെയെല്ലാം. എന്നാൽ കുട്ടികൾക്കാണെങ്കിലോ അവർക്ക് ജിജ്ഞാസയുടെ കാലമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ പുസ്തകങ്ങളുടെ മണം, പുതിയ ബാഗിൻ്റെ മണം, പുതിയ കുടയുടെ മണം, അങ്ങനെ മണങ്ങളുടെ ഒരു കാലഘട്ടമാണ് സ്കൂൾ തുറക്കുന്ന കാലഘട്ടം. തീർച്ചയായിട്ടും എല്ലാ മാതാപിതാക്കളും ഓട്ടത്തിലായിരിക്കും ഈ കുട്ടികൾക്ക് വേണ്ടി ഓരോന്ന് സംഘടിപ്പിക്കാൻ. പക്ഷെ ഒന്നും സംഘടിപ്പിക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്ന കുറേ മാതാപിതാക്കളുണ്ട് നമ്മുടെ ഈ ചുറ്റുവട്ടത്തിൽ. അങ്ങനെ ഒരുപാട് മാതാപിതാക്കളുണ്ട്. കാരണം കുട മേടിക്കാനും ബാഗ് മേടിക്കാനും പുസ്തകം മേടിക്കാനും ഒക്കെ ബുദ്ധിമുട്ടായിട്ടുള്ള മാതാപിതാക്കൾ നമുക്ക് ചുറ്റുമുണ്ട്. അവർ വളരെ വിഷമിച്ചിരിക്കും. കാരണം വലിയ വീടുകളിലൊക്കെയുള്ള കുട്ടികൾ വലിയ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ ഈ കുട്ടികൾ അന്തിച്ച് നിൽക്കുന്നൊരു സമയമുണ്ട്. പക്ഷേ കാലഘട്ടം മാറിയിരിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിലുള്ള ആശാ വർക്കേഴ്സ് എന്ന് പറയുന്ന നമ്മുടെ ഈ മുനിസിപ്പാലിറ്റിയിലും ഗ്രാമപഞ്ചായത്തുകളിലൊക്കെ കഷ്ടപ്പെടുന്ന ഒരു വിഭാഗമുണ്ട്. ഈ ആശാ വർക്കേഴ്സിനൊക്കെ വളരെ തുച്ഛമായിട്ടുള്ള ഒരു ശമ്പളമാണ് കിട്ടുന്നത്. 6000 7000 എത്ര കാശ് കിട്ടുന്നുണ്ടാവും എനിക്കറിയില്ല. അത്രയ്ക്കൊക്കെ കാശുകളെ കിട്ടുന്നുണ്ടാവുള്ളൂ. പക്ഷേ അവർ ചെയ്യുന്ന വലിയ നന്മകളുണ്ട്, അതാരും മറന്നുപോകും. കോവിഡ് കാലഘട്ടത്തിൽ ഓരോ വീടുകളിലും പോയി അവരെ സഹായിക്കുന്ന ആശാ വർക്കേഴ്സിനെ പറ്റി നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ആരും ചിന്തിക്കാറില്ല. അവരെ മക്കളെ പറ്റി നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അവരെ മക്കൾ എങ്ങനെയാണ് പഠിക്കുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിച്ചിട്ടില്ല. പക്ഷേ ഇവിടെ ചിന്തിക്കുന്നു. ആശാ വർക്കേഴ്സ് യൂണിയൻ INTUC അവർ തങ്ങളുടെ സംഘടനയിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പുതിയ കുടയും പുസ്തകവും എല്ലാം അടങ്ങിയിട്ടുള്ള ബാഗ് ആ കുട്ടികൾക്ക് സമ്മാനമായി കൊടുക്കുന്നു. ആശാ വർക്കേഴ്സിനെ ആദരിക്കുന്നു, നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്നു. തീർച്ചയായിട്ടും ഇതൊരു വലിയ നന്മയാണ്. ഒരിക്കൽ കൂടി പറയുന്നു, ഒരു നന്മയുള്ള സ്കൂൾ കാലഘട്ടത്തിൽ നല്ല മഴയുള്ള തൂവാനങ്ങൾ പെയ്തിറങ്ങുന്ന സമയത്ത് ആ കുട്ടികൾ പുതിയ കുടയും ബാഗുമൊക്കെയായിട്ട് സ്കൂളിലേക്ക് പോകുമ്പോൾ INTUC ആശാ വർക്കേഴ്സ് യൂണിയനെ മനസ്സിലോർക്കും. വലിയ നന്മയാണ് ഈ കാലഘട്ടത്തിൽ അവർ ചെയ്യുന്നത്. എന്തായിരുന്നാലും ചാലക്കുടിയിൽ നിന്ന് നേതൃത്വം കൊടുത്ത വത്സൻ ചമ്പക്കര കൗൺസിലർക്കും കോൺഗ്രസിലെ മറ്റ് നേതാക്കൾക്കും ആശാ വർക്കേഴ്സ് യൂണിയൻ്റെ ഭാരവാഹികൾക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ. സ്കൂൾ കാലഘട്ടം ഓർമ്മയുള്ളതായിരിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഓർമ്മകൾ പെയ്യിക്കാൻ പിന്നെയും മഴക്കാലവും സ്കൂൾ ദിനങ്ങളും അടുത്തെത്തിക്കഴിഞ്ഞു. കളിച്ചും ചിരിച്ചും നടന്ന അവധിക്കാലത്തിന് വിട. നിഷ്കളങ്ക ബാല്യത്തിൻ്റെയും സ്വപ്നങ്ങൾ നിറയുന്ന കൗമാരത്തിൻ്റെയും കളിച്ചിരികൾക്കും കുസൃതികൾക്കുമെല്ലാം വിദ്യാലയത്തിൻ്റെ അകത്തളങ്ങൾ സാക്ഷിയാകും. നനഞ്ഞൊട്ടി സ്കൂളിൽ പോകുന്ന സ്കൂൾ ദിനങ്ങൾ വരവായി. എല്ലാം ഓർമ്മിപ്പിക്കാൻ വീണ്ടും ഒരു മഴക്കാലം. പുതിയ പുസ്തകത്തിൻ്റെ ഗന്ധവും കുടയുമെല്ലാം കിട്ടിയ സന്തോഷത്തിലാണ് ഇവർ. ദുരന്തകാലത്ത് ഒരു കുടയുടെ മേലെ വന്നുപോയ മഴവെയിൽ ഓർമ്മകൾക്ക് സാക്ഷിയായ ദുരന്ത കാഴ്ചകളിൽ സ്വാന്തനം പകർന്ന ആശാജീവിതങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് INTUC ആശാ വർക്കേഴ്സ് യൂണിയൻ കുട്ടികൾക്ക് പഠനോപകരണ വിതരണവും ആശാ വർക്കേഴ്സ് അംഗങ്ങൾക്ക് ഉപഹാര വിതരണവും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ആദരവ് നൽകുകയും ചെയ്തു. ചടങ്ങ് സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. കൗൺസിലർ വത്സൻ ചമ്പക്കര അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നഗരസഭാ ഉപാധ്യക്ഷ ആലി ഷിബു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് VO പൈലപ്പൻ, കൗൺസിലർമാരായ സൂസം ആന്റണി, ജോർജ് തോമസ്, ആനി പോൾ, ലിബി ഷാജി, മണ്ഡലം പ്രസിഡന്റ് ജോണി പുല്ലൻ എന്നിവർ സംസാരിച്ചു. പുതിയ യൂണിഫോമിലും പുത്തൻ ബാഗിലും വർണ്ണക്കുടയിലുമൊക്കെ തൂവാനങ്ങൾ പെയ്തിറങ്ങാൻ വീണ്ടും ഒരു സ്കൂൾ കാലം. ലളിതമായ പരിപാടിയിലൂടെ ആശാ വർക്കേഴ്സിനെയും അവരുടെ കുട്ടികളെയും സംഘടനയോട് ചേർത്ത് നിർത്തിയ വത്സൻ ചമ്പക്കരയ്ക്കും മറ്റു ഭാരവാഹികൾക്കും നന്ദി. നമസ്കാരം. നമുക്കറിയാം, സ്കൂളൊക്കെ തുറക്കുമ്പോൾ നമ്മുടെ മക്കളെയൊക്കെ വിദ്യാലയങ്ങളിലേക്ക് കടത്തിവിടാനായി അല്ലെങ്കിൽ സ്കൂൾ തുറക്കുമ്പോൾ ക്ലാസ്സുകളിലേക്കൊക്കെ വിടാനായിട്ട് നമ്മുടെ അമ്മമാരും സഹോദരിമാരും ഒക്കെ വലിയ പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ജോലി പലതരത്തിലുള്ള വരുമാനങ്ങൾ നിലച്ചുകൊണ്ടിരിക്കുന്ന, കാരണം വേറെ മറ്റു തൊഴിലുകളൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന, സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. നമുക്കറിയാം, നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് മനുഷ്യ വിഭവശേഷിയാണ്. വിദ്യാഭ്യാസത്തിലൂടെയാണ് സാമൂഹ്യ പരിവർത്തനം
നമ്മുടെ നാടിലേക്ക് ഈ രീതിയിലായത്. വിദ്യാഭ്യാസ മേഖലയുടെ മാത്രമാണ് പുതിയ തലമുറയ്ക്ക് വളർന്നു വരുവാൻ നാളത്തെ ഈ നാടിൻ്റെ ബാധ്യതകൾ നിർണ്ണയിക്കുന്ന ആളുകളാണ് അനുഭവിച്ചിരിക്കുന്ന കുട്ടികളോട്. നിങ്ങളാണ് നാളുകളിലെ പൗരന്മാർ. നിങ്ങളാണ് ഇവിടുത്തെ പുതിയ പുതിയ പല മേഖലകളിൽ പ്രവർത്തിച്ച് നാടിന് അഭിവൃദ്ധി വരുവാനൊക്കെ ആയിട്ട് അത് സാധ്യമാകണമെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിൽ നമുക്ക് മുന്നേറാനായിട്ട് കഴിയണം. അപ്പോൾ ജൂൺ 3-ാം തീയതി നമ്മുടെ മക്കൾക്ക് സ്കൂൾ തുറക്കും. ഒരു നല്ല അധ്യയനം ആരംഭിക്കാനായിട്ട് ഒരു നിങ്ങൾക്കൊക്കെ സാധിക്കട്ടെ. ഇപ്പോൾ ചെയ്യുന്നതും അല്ലെങ്കിൽ ഈ എല്ലാവരും പറഞ്ഞതും ഒരേ കാര്യമാണ്. നിങ്ങളൊക്കെ മിടുക്കന്മാരും മിടുക്കികളായി പഠിക്കുക, അതിന് നിങ്ങൾക്കൊരു ചെറിയ പ്രോത്സാഹനം, അതൊക്കെ നമ്മൾക്കറിയാം. നമ്മളൊക്കെ ചെറുതായിരുന്നപ്പോൾ ഒരു ചെറിയ കാര്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളത് മറക്കില്ല, എത്ര വലുതായാലും. അപ്പോൾ നമ്മൾക്കും ഒരിത് വേണം. നമ്മളും വലുതായിട്ട് വരുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാനും മറ്റുള്ളവരെ സഹായിക്കാനും ഒക്കെയുള്ളൊരു മനസ്സ് നമുക്കും വേണം. എന്തായാലും ആശാവർക്കന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മൾ പറയും നേഴ്സുമാർ മാലാകന്മാരാണ് എന്നൊക്കെ നമ്മൾ പറയും. മാലാകന്മാരാണ് അവരുടെ സേവനമൊക്കെ മോശമല്ല. പക്ഷേ ഈ കോവിഡ് കാലത്ത് അവരേലും മുകളിലുള്ള മാലാകാന്നല്ല, ശരിക്കും പറഞ്ഞതിന് മാതാവ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഞാൻ നിങ്ങളെ പ്രത്യേകം അനുമോദിക്കുക. ചാലക്കുടി നിയോജകമണ്ഡലത്തിൽ ഏറ്റവും ആദ്യമായിട്ട് ചാലക്കുടി നഗരസഭയിൽ 16, 17, 18 ആളോ എന്നുള്ളതല്ല, അങ്ങനെ ഒരു ചെറുപ്പുറത്ത പൂക്കളെ പറ്റി മാലയായി പ്രവർത്തിക്കാൻ അതിന് നേതൃത്വം കൊടുക്കുന്ന വത്സൻ ചപ്പക്കരെയും നിങ്ങളെയും ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് അനുമോദിക്കുകയാണ്.